ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, true feelings of your person. True feelings of your person. Okay, Eight of Swords ആണ് നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. True feelings of your person. Okay, true feelings of your person. കാർഡ് നമുക്ക് ചാടി വന്നിട്ടുണ്ട്. True feelings of your person. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഫീലിങ്സ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്ന 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, പക്ഷേ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാകില്ല. എങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് അവർ ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതൊരു തരത്തിലുള്ള ഒരു സ്ട്രഗിൾസ്, പല രീതിയിൽ നിന്നും അവർക്ക് സ്ട്രഗിൾസ് വരുന്നുണ്ട്. എല്ലാ സൈഡിൽ നിന്നുമുള്ള സ്ട്രഗിൾസ് ഉണ്ട്. എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹം അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒന്നാണ്. മറ്റൊരു വ്യക്തിക്കോ ഒരു സാഹചര്യത്തിനോ ഒന്നും നിങ്ങളെ ഒരിക്കലും സെപ്പറേറ്റ് ആക്കാൻ കഴിയാത്ത വ്യക്തികളാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. വ്യക്തമായി തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്രയും ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ വ്യക്തി അത്രയും തീവ്രമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. സെലിബ്രേഷൻ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എഗ് ഓഫ് വാൻഡ്സ്, ന്യൂ ബിഗിനിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ അതിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു കാര്യത്തിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട് ആ വ്യക്തിക്ക്. ഈവൻ ദോ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ചേരുമെന്നതിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എന്നാൽ എങ്കിൽ കൂടിയും നിങ്ങളെക്കാൾ കൂടുതലായിട്ടും നിങ്ങൾ ഒരുമിച്ച് ചേരും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൂടുതലായിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണാണ്. നിങ്ങൾ ചിലപ്പോഴേക്കും ഒരു ഡൗട്ടാകുന്നുണ്ടാകാം. കുറച്ച് ആളുകൾ കോൺഫിഡൻസ് ഉള്ളവരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സെപ്പറേഷൻ ടൈമിൽ വളരെ വിഷമത്തിലായിരുന്നാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷൻ്റെ ഒരു സമയമാണ്. എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ്. നിങ്ങൾ ഈ വ്യക്തിയെ ഒക്കെ ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല വ്യക്തികളിൽ നിന്നൊക്കെ ഇവരുടെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഇതൊരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം ഈ വ്യക്തിയും
നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്കും അറിയാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയത്തെല്ലാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും എൻഡായി പോകുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡായി പോകില്ല എന്നതാണ്. അതുപോലെ തന്നെ ലൈഫിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവർ ചിന്തിക്കുകയാണ്, ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് പോലും ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ ടൈം നിങ്ങളെ പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട്. എസ്പെഷ്യലി നൈറ്റ് ടൈംസിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ ഓർത്ത് ഒരുപാട് കരയുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഓരോ നിമിഷവും ഈ വ്യക്തി ലൈഫിൽ തിരികെ വരാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ വ്യക്തി നിങ്ങളുടെ വേദന അല്ലെങ്കിൽ വിഷമമൊന്നും മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ഈ ഒരു അവസ്ഥ അവർ അറിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു വേദന ഇവർക്ക് ഫീൽ ആകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വേദന, വിഷമം ആ വ്യക്തി അറിയുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. ഓരോ നിമിഷവും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരും, നാളെ വരും, ഇന്ന് വരും, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. മേ ബി ഒരു ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ റീഡിങ്ങുകൾ കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് വല്ലാതെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫീലിങ്സിൻ്റെ എനർജിയും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും. കാരണം ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു പോസിറ്റീവായിട്ടുള്ള നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വന്നു ചേരും. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റിൽ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തന്നെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, മുന്നിലേക്ക് തന്നെ കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത്രയും ഈ വ്യക്തിക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊരു മെസ്സേജ് കൂടി, എന്നൊരു ഇതാണ് നമുക്ക്, ഒരു എനർജി കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി അത്രയും മനസ്സിനൊരു സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അത്രയും ഒരു സ്ട്രോങ് ആണ് ആ വ്യക്തി. അതുകൊണ്ട് ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങൾക്കിടയിലാണ് അവർ നിൽക്കുന്നതെങ്കിലും, എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ചെയ്യാനും ഈ വ്യക്തി ഈ ഒരു സമയത്ത് തയ്യാറാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ സന്തോഷകരമായിട്ടുള്ള നാളുകളാണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇനി വരുന്ന ആ ഒരു സെലിബ്രേഷൻ ഒന്നും തന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സന്തോഷമായിരിക്കും. ഇപ്പോൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന സന്തോഷങ്ങൾക്കാരൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിലുള്ളൊരു സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷം വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ ഒരു സമയം നമുക്ക് ലഭിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ ഫീലിങ്സ് മാത്രമാണ് ഈ പേഴ്സണെ നോക്കിയതെങ്കിലും നമുക്കിവിടെ എനർജി കിട്ടുന്നത് ഇതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു എനർജി പറയുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കിയത് ഈ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്ത് നോക്കാം. True feelings of your person. True feelings of your person. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഓക്കെ, നമ്മളിവിടെ 3 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ യെസ്, ഈ ഒരു വ്യക്തി
നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയ ആ നിമിഷം മുതൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുകയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു മൂമെൻ്റാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലേക്ക് തന്നെയാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്തരം ഒരു എനർജി തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾ പലരും മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാകാം, ആഗ്രഹിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഓൾറെഡി പിന്നെ നമുക്കൊരു സെലിബ്രേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ടാകാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ വ്യക്തി എന്നിലേക്ക് വന്നു ചേർന്നതിന് നന്ദി 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 എന്നീ അഫർമേഷൻസ് തുടരെ പറയാനായിട്ട് ശ്രമിക്കുക. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് പറയാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു മനസ്സോടുകൂടി പറയാതിരിക്കുക. നല്ല വിശ്വാസത്തോടു കൂടി പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ടുള്ള ആ ഒരു മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫോർ യു. യെസ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ആ ഒരു മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ആ ഒരു മെസ്സേജസ് എന്താണ്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്ത് മെസ്സേജാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. യെസ്, യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്ന് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ്, വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. യെസ്, അതുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ഈ സമയത്ത് അവർ പറയുന്നു. ഗിവ് മീ സം ലവ്, ഐ ആം സോറി. യെസ്, അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് കുറച്ച് സ്നേഹം എനിക്ക് തന്നാലും ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നു, എന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയാണ്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. യെസ്, ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് വല്ലാത്ത റൊമാൻസ് ഫീലൊക്കെ തോന്നുകയാണ് നിങ്ങളോട്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. യെസ്, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഞാൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഈ വ്യക്തി പറയുകയാണ് ഈ സമയത്ത്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. യെസ്, നീ ഇല്ലാതെ ഞാൻ ശൂന്യമാണ്. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് മൈറ്റ് നൗ. യെസ്, ഞാനിപ്പോൾ ഒത്തിരി മാറിയിരിക്കുന്നു, ഞാൻ ഒത്തിരി വലിയ പാഠങ്ങളൊക്കെ പഠിച്ച് ഈ ഒരു സമയത്ത് എത്തിയിരിക്കുകയാണ് എന്നവർ പറയുകയാണ്. ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. യെസ്, നിങ്ങളെ ഈ ഒരു എൻ്റെ ഒരു ജീവിതത്തിലേക്ക് കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. യെസ്, നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അവർ മണിക്കൂറുകളും ദിവസങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഐ വാണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. യെസ്, എനിക്ക് നിങ്ങളെ കാണണം, ഞാൻ എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവർ ഈ സമയത്ത് നിങ്ങളോട് പറയുന്ന ഒരു മെസ്സേജസ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. യെസ്, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളെന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളുടെ കോൺടാക്ട്സും കാര്യങ്ങളെല്ലാം പോകുന്നതെന്ന് വിചാരിക്കുന്നു. നമ്പർ 5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2002 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 35 എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫെബ്രുവരി മന്ത് നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. 13 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 9 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ 33 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. റീഡിങ് ബുക്സൊക്കെ ഒത്തിരി വായിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ചാരിറ്റി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചാരിറ്റി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരോ ഒക്കെ ആയിരിക്കാം. 2003 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എബ്രോഡ്. യെസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, നമുക്കൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോ ഒത്തിരി എബ്രോഡുള്ള ആളുകളോ ഒക്കെ ആയിരിക്കാം.
നവംബർ മന്ത് നമുക്കിവിടെ ഒരു മാസം കിട്ടിയിട്ടുണ്ട്, നവംബർ മന്ത്. അതുപോലെ തന്നെ ലെറ്റർ എൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, നമ്പർ 22 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, 54 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 1 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, 49 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഏഞ്ചൽ നമ്പർ നിങ്ങൾ തുടർന്ന് കാണുന്ന ഒരു നമ്പർ ആയിരിക്കാം. ലോയർ, നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലോയർ ആകാൻ പഠിക്കുന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ആളുകളായിരിക്കാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 33 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. എം, ലെറ്റർ എം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 26 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ പി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗ്രീൻ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. നമ്പർ 22 വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 22 2 പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രൗൺ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ബ്രൗൺ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. അതുപോലെ മെഡിക്കൽ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ മെഡിക്കൽ പരമായ എന്തോ ഒരു റിലേഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.